ഞാനും സകുടുംബം ബഹുമാനയുടെ മുഖ്യമന്ത്രിയും കുടുംബത്തെയും കണ്ട് ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നു. 2.5 വർഷം മന്ത്രിയായിരിക്കാനായിരുന്നു LDF ധാരണ. അതനുസരിച്ച് കഴിഞ്ഞ നവംബർ 19 തന്നെ ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നതാണ്. എന്നാൽ നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നതുകൊണ്ടായിരിക്കാം എന്നോട് മന്ത്രിസ്ഥാനത്ത് തുടരാനാണ് ബഹുമാനയുടെ മുഖ്യമന്ത്രിയും LDFും നിർദ്ദേശിച്ചത്. ഇന്നലെ നവകേരള സദസ്സിൻ്റെ സമാപനമായിരുന്നു. ബഹുമാനയുടെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പങ്കെടുത്ത ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ അധ്യക്ഷനാകാനുള്ള സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാകാനുള്ള ഭാഗ്യവും അവസരവും എനിക്കാണ് നൽകിയത്. ഏതായാലും അതിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ ബഹുമാനയുടെ മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ഇന്നലെ തന്നെ. അപ്പോൾ ഇന്നാണ് കാണാൻ സമയം നൽകിയത്. അനുസരിച്ച് മുഖ്യമന്ത്രി രാവിലെ കണ്ടു. ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ എനിക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം നൽകിയ പിന്തുണയ്ക്ക്, പ്രോത്സാഹനത്തിന്, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. ഒരു ചാരിതാർത്ഥ്യം കൂടിയുണ്ട്. KSRTCയും ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പായിരുന്നു ഞാൻ ഭരിച്ചിരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു വകുപ്പാണത്. എങ്കിലും ഇന്നെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഈ മാസത്തെ ശമ്പളം പൂർണ്ണമായി ഇന്നലെ വരെയുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസമാണ് കൊടുക്കേണ്ടത്. ഈ മാസം 30-നകമാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും കൊടുത്തു. 1 രൂപയുടെ പോലും കുടിശ്ശിക ഇല്ലാതെ, ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത്, രാജി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. പലപ്പോഴും ജനങ്ങളുടെ ധാരണ KSRTC ജീവനക്കാർ ശമ്പളമില്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്നാണ് ധാരണ. പക്ഷേ ഇന്ന് അവധിയാണ്. ഇന്നലെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ക്രിസ്മസിന് ശമ്പളം മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ശരിക്കും 30-ാം തീയതി കൊടുത്താൽ മതി. പക്ഷേ പ്രത്യേകമായ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് പ്രത്യേകമായ സഹായം നൽകി. ഇന്നലെ രാത്രിക്ക് മുമ്പ് തന്നെ KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും ഇതുവരെയുള്ള മുഴുവൻ ശമ്പളവും കുടിശ്ശികയും കൊടുത്ത് തീർത്തു എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം കൂടി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ മാസം തന്നെ KSRTCക്ക് 121 കോടി രൂപയുടെ സഹായമാണ് നൽകിയത്, ഈ മാസം മാത്രം. അപ്പോൾ തുടർന്ന് ഇനി നല്ലൊരു ബേസ് ഉണ്ടായിട്ടുണ്ട് KSRTCക്ക് ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് ഇനി നന്നായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളാശംസകൾ ആത്മാർത്ഥമായി നേരുന്നു. ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക്, സഹായത്തിന്, സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി. മാധ്യമങ്ങളുമായിട്ട് ഞാൻ നല്ലവണ്ണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻട്രാക്ട് ചെയ്താണ് മുമ്പോട്ട് പോയി. തുടർന്നും അതുണ്ടാകും. നവകേരള പദ്ധതി തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റല്ലേ തീരുമാനിക്കേണ്ടത്. ഏതായാലും ബസ് അവിടെ തുടങ്ങി ഇവിടെ വരെ വളരെ സുഗമമായി KSRTCയിലെ ബസ് വന്നു, യാത്ര ചെയ്ത് ഒരു കുഴപ്പമില്ല. പുതിയ മോഡൽ ബസ് അല്ലേ, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? അല്ല, അതിനെയല്ലേ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലില്ല, നിർദ്ദേശനോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അതായത് ഇനിയിപ്പോൾ പുതുതായിട്ട് വരുന്ന KB ഗണേഷ് കുമാർ ആയിരിക്കും സ്വാഭാവികമായി മന്ത്രി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആര് തന്നെ ആയാലും അദ്ദേഹത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഉപദേശമുണ്ട്? KSRTC ഇങ്ങനെ പോയാൽ മതിയോ, അതോ ഇക്കാര്യത്തിൽ സർക്കാർ കൂടുതൽ ഇടപെടണോ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ രാജിക്കത്ത് കൊടുത്തതല്ലേ ഉള്ളൂ. അല്ലല്ല, മന്ത്രി അല്ലാതായിട്ടില്ല. രാജിക്കത്ത് കൊടുത്താൽ മന്ത്രി അല്ലാതാവൂല. അതുകൊണ്ട് അത് വരട്ടെ. മന്ത്രരി രാജിക്കത്തിൽ ഇപ്പോൾ സമർപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി ഘട്ടങ്ങളുണ്ടല്ലോ. അത് കഴിയുമ്പോൾ അങ്ങനെ വന്നാൽ അന്ന് ആവശ്യമായ ഉപദേശം എപ്പോഴും ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് സാധാരണക്കാരന് കൊടുക്കാൻ ഉപദേശം കൊടുക്കാം. MLA ആയിരിക്കുമ്പോൾ കൂടുതൽ നിർദ്ദേശം കൊടുക്കാം. എൻ്റെ മണ്ഡലത്തിലാണ് ചീഫ് ഓഫീസും തമ്പാനൂർ ബസ് സ്റ്റാൻഡും എല്ലാം ഉള്ളത്. അല്ല, അത് വരട്ടെ, ഞാൻ പറയാം. വിശദമായിട്ട് തന്നെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് താമസം പിന്നെ പങ്കുവയ്ക്കുന്നു. ഒരിക്കലുമില്ല. ഇതൊരു നല്ല കിരീടമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു വെല്ലുവിളിയുള്ള ഒരു വകുപ്പ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ ഒരു നല്ല മന്ത്രിക്ക് ചെയ്യാൻ കഴിയും. അല്ലാതെ സുഗമമായി ഒരു ആരുടെയും സഹായമില്ലാതെ, ഒരു മന്ത്രി ഇടപെടലില്ലാതെ സാധാരണ മന്ത്രിക്ക് എന്താ പണി? അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുൾക്കിരീടമായിരുന്നിട്ടില്ല.
ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ആ വകുപ്പ് ഇതുവരെ ഈ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം യൂണിയനുകളുമായിട്ടുള്ള ചർച്ച, യൂണിയനുകളുടെ ആ പരിധി വെട്ടിക്കുറച്ചത്, അങ്ങനെ നിരവധിയായ പരിഷ്കാരങ്ങളാണ് അങ്ങ് മന്ത്രിയായിരുന്ന കാലയളവിൽ നടത്തിയത്. ശമ്പളത്തിൻ്റെ പേരിൽ പലതവണ പരാതി കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ യൂണിയൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ് ഇറക്കുന്നു, അതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിപ്പിക്കുന്നു, ഗ്രാമവണ്ടി ഇറക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല പദ്ധതികൾ നടത്തി ഇറങ്ങിപ്പോകുമ്പോൾ കെ എസ് ആർ ടി സിക്ക് എന്താണ് ഒരു പുതിയതായിട്ട് വേണം എന്ന് ഒരു കാര്യം പറയാൻ പറ്റുന്നത്? അല്ല, അത് ഞാൻ എൻ്റെ രാജി സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞാൽ പോലെ. ഞാനിപ്പോൾ രാജി സമർപ്പിക്കുമ്പോൾ ഇപ്പോഴും ഗതാഗത മന്ത്രി തന്നെയാണ്. അപ്പോൾ മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിസ്ഥാനത്ത് ഒഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. രാജി കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഞാൻ മന്ത്രി അല്ലാതാകുന്നില്ല. രാജി സ്വീകരിച്ച് ജീവൻ ഇറങ്ങുമ്പോഴേ ഞാൻ മന്ത്രി അല്ലാതാവുള്ളൂ. ഇപ്പോൾ ഒരു ഉപദേശം കൊടുക്കാനുള്ള സമയം ആയിട്ടില്ല.